ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കായംകുളം കായലിൽ നടത്തുന്ന ഡ്രഡ്ജിംഗ് നിർത്തണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല എം.എൽ.എ. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കായലിൽ നിന്നും ഏകദേശം 2,68,000 ക്യൂബിക് മീറ്റർ മണലാണ് കൊണ്ടുപോകുന്നത്. ഇത്രയും ഭീമമായ തോതിൽ മണ്ണെടുത്താൽ പ്രദേശത്തിന്റെ സർവനാശത്തിന് വഴിതെളിക്കുമെന്നാണ് ജനങ്ങളുടെ ആശങ്കയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ കായംകുളം കായലിൽ നടത്തുന്ന ഡ്രഡ്ജിംഗ് പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കില്ലെന്നും അടിത്തട്ടിലേക്ക് പോകാത്ത രീതിയിലാണ് പ്രവൃത്തിയെന്നും സബ്മിഷന് മറുപടിയായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി കായംകുളം കായലിൽ ഡ്രഡ്ജിംഗ് നടത്തുകയാണെന്നും ഇത് നിർത്തിവെക്കണമെന്നും രമേശ് ചെന്നിത്തല എം.എൽ.എ. നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അതിരൂക്ഷമായ കടൽക്ഷോഭവും കള്ളക്കടൽ പ്രതിഭാസവും തീരദേശ പരിപാലന നിയന്ത്രണത്തിലെ കർശന വ്യവസ്ഥകൾ മൂലം ഇപ്പോൾ തന്നെ ആറാട്ടുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. സർ, യാതൊരു പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങളും നടത്താതെ തികച്ചും അശാസ്ത്രീയമായി ഇപ്പോൾ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടത്തിയാൽ വീടുകൾക്ക്, കായലിൻ്റെ തീരത്തുള്ള വീടുകൾക്ക്, സ്വത്തുവകകൾക്ക് നാശമുണ്ടാകും എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. കായലിൻ്റെ ഇരുവശത്തുമുള്ള കരകളിൽ ഇടിഞ്ഞു താഴുമെന്നും കെട്ടിടങ്ങൾക്കും ഭൂപ്രകൃതിക്കും വലിയ തോതിലുള്ള കോട്ടങ്ങൾ ഉണ്ടാക്കും എന്നാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. സർ, ഖനനത്തെ തുടർന്ന് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളവും മണലും ഊഴ്ന്നിറങ്ങുന്നതും വഴി മണൽത്തിട്ടകൾ ഇടിയാനും ഭൂമി താഴുവാനുമുള്ള സാധ്യതയുണ്ട് എന്നും വിദഗ്ധന്മാർ പറയുന്നുണ്ട്. സർ, വർഷത്തിൽ നിരവധി തവണ വേലിയേറ്റം കാരണം ഓരുവെള്ളം കയറി ആ പ്രദേശത്തെ മുഴുവൻ കൃഷിയും നശിക്കുന്ന ഒരു പ്രതിഭാസമുള്ള പ്രദേശമാണിത്. അപ്പം ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, എക്കോളജിക്കലി സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഇത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതുപോലും കണക്കിലെടുക്കാതെ കായംകുളം കായലിൽ നടത്തുന്ന ഈ വൻപിച്ച തോതിലുള്ള ഈ ഡ്രഡ്ജിംഗ് 2,68,000 ക്യൂബിക് മീറ്റർ മണ്ണ് എടുക്കുന്നത് പുനഃപരിശോധിക്കണം. ഈ പഞ്ചായത്തിൻ്റെ ദുരിതപൂർണമായ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കായലിൽ നിന്നും ദേശീയപാതയുടെ നിർമ്മാണത്തിന് ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഡ്രഡ്ജിംഗ് നടത്തി മണലെടുക്കുന്നത്. ഇതിന് സർക്കാർ ദേശീയപാതയുടെ കരാർ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഏകദേശം 2,68,000 ക്യൂബിക് മീറ്റർ മണലാണ് കൊണ്ടുപോകുന്നത്. ഇത്രയും ഭീമമായ തോതിൽ മണ്ണെടുത്താൽ പ്രദേശത്തിന്റെ സർവനാശത്തിന് വഴിതെളിക്കും എന്നത് ജനങ്ങൾ ആശങ്കയായി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടത്തിയാൽ തീരത്തുള്ള വീടുകൾക്കും മറ്റ് സ്വത്തുവകകൾക്കും നാശമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഖനനത്തിലൂടെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതേസമയം ദേശീയപാത വികസനത്തിനായി കായംകുളം കായലിൽ പൊഴിമുഖം മുതൽ പതിയാങ്കര വരെയാണ് മണൽ ഖനനം നടത്തുന്നതെന്നും അടിത്തട്ടിലേക്ക് പോകാത്ത രീതിയിലുള്ള ഖനനമാണ് നടത്തുന്നതെന്നും ഇത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കില്ല എന്നും സബ്മിഷന് മറുപടിയായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കായംകുളം കായലിൽ പൊഴിമുഖം മുതൽ പതിയാങ്കര വരെയുള്ള ഭാഗത്ത് മണിവേലിക്കടവിന് തെക്ക് വശത്തായി ഏകദേശം 1,100 മീറ്റർ നീളത്തിലും 250 മീറ്റർ വീതിയിലും ശരാശരി ബെഡ് ലെവലിൽ നിന്നും 1 മീറ്റർ ആഴത്തിലുമായിരിക്കും ഏകദേശം 2,68,500 ക്യൂബിക് മീറ്റർ മണ്ണും ചെളിയും കലർന്ന മിശ്രിതം നീക്കം ചെയ്യുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അടിത്തട്ടിലേക്കുള്ളതല്ല, അത്രേ ഉള്ളൂ അതെടുക്കുന്ന രീതി മനസ്സിലാക്കിയിട്ടുള്ളത്. സമീപത്തായുള്ള ഇൻലാൻഡ് വാട്ടർവേയുടെ കപ്പൽ ചാലിൻ്റെ ശരാശരി ആഴം ഏകദേശം 2.5 മീറ്റർ മുതൽ 3.3 മീറ്റർ വരെയുമാണ്. അതിൽ നിന്നും 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെയുള്ള ഉയർത്തിയാണ് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളത്. തന്മൂലം കായംകുളം കായലിൻ്റെ സംഭരണശേഷി വർദ്ധിക്കുകയും വേലിയേർക്ക സമയത്ത് ജലപാതയിലൂടെയുള്ള യാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നിലവിൽ 1 മീറ്റർ ആഴത്തിൽ മണ്ണും ചെളിയും കലർന്ന മിശ്രിതം നീക്കം ചെയ്യുന്നതുകൊണ്ട് കായംകുളം കായലിന് പരിസ്ഥിതി ആഘാതം ലഘൂകരിക്കുന്ന രീതിയിലാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.